അപ്പോൾ ഗൈസ്, എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 1 മുതൽ 4 വരെ കാണാത്തവർ എന്തു തന്നെയായാലും ചാനൽ കയറി മസ്റ്റായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? അവരങ്ങനെ ആ ലൂപ്പിൽ പെട്ടുപോവുകയാണ്. പെട്ടെന്നവർ 4 പേരും അപ്രത്യക്ഷമായി വീടിനുള്ളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവരാകെ പേടിച്ചുപോയി. പുറത്തുനിന്ന് അവർ പെട്ടെന്ന് വീടിനുള്ളിലോട്ട് ടെലിപ്പോർട്ടായി. ആ ബംഗ്ലാവിൽ ഇനി അവർ 4 പേരും ആ പ്രേതവും മാത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ പേടിച്ചുപോയി. പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തവരായിരുന്നു അവർ. ഇപ്പോഴാണ് അവർ ആ റോഡരികിൽ നിന്ന് വയസ്സായ വ്യക്തി പറയുന്നത് ആലോചിക്കുന്നത്. ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം അവിടെ പ്രത്യേകിച്ച് ശബ്ദമോ പേടിപ്പെടുത്തുന്നതായി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ രാത്രിയാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവരാകെ പേടിച്ചു നിൽക്കുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവരൊന്നും കഴിച്ചിട്ടുമില്ല. അതുപോലെ ഇപ്പോൾ ശബ്ദവും ഒന്നും കേൾക്കാനുമില്ല. ആ സമയം എന്തായാലും അവർ മരിക്കുമെന്ന് അവർക്ക് ഉറപ്പായി. അവർ വിശന്നു നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാനാവാത്തതുകൊണ്ട് അവർ ബാഗിലുണ്ടായിരുന്ന ഭക്ഷണം വെച്ച് അവർ കഴിക്കുകയായിരുന്നു. പേടിച്ചായിരുന്നു അവർ കഴിച്ചത്. അതിനുശേഷം പെട്ടെന്ന് ബംഗ്ലാവിന്റെ മേലേ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയായിരുന്നു. ആ സ്ത്രീ കരയുന്ന ശബ്ദം, ആർത്തു വിളിച്ച്. അവർ പിന്നെയും പേടിച്ചു. പിന്നെ വാതിലുകളെല്ലാം തനിയെ അടയാനും തുറക്കാനും തുടങ്ങി. അവർ പേടിച്ച് കരയാൻ തുടങ്ങി. അവർ ഉറക്കെ പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ പോവാൻ അനുവദിക്കണം, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വന്നതാണ്, ഇവിടെ ഇങ്ങനെയൊരു അദൃശ്യശക്തിയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളെ ഉപദ്രവിക്കരുത്, പൊറുക്കണം, ഞങ്ങളെ പോവാൻ അനുവദിക്കണമെന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ചുമരിൽ നിന്നൊരു കൈ വന്ന് താരയുടെ കഴുത്തിൽ പിടിക്കുന്നത്. ഒരു അളിഞ്ഞ കൊഴുത്ത നഖം വളർന്ന കൈ അവളുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചവളെ കൊല്ലാൻ നോക്കുകയായിരുന്നു. പക്ഷെ അവരെല്ലാരും കൂടെ അവളെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ എത്ര നോക്കിയിട്ടും ആ കൈ അവർക്ക് അടർത്താനാവുന്നില്ല. താര പിടഞ്ഞ് പിടഞ്ഞ് കാലടിച്ച് കണ്ണിൽ ചൂര കളർ വന്ന് ചോര ഒലിച്ചവൾ അവിടെ തന്നെ മരിക്കുകയായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് അവളുടെ കൈ മാത്രം വന്ന് അവളെ കഴുത്തിൽ മുറുക്കി പിടിച്ചു കൊന്നത്. അവർക്കത് കണ്ടു നിൽക്കാനായില്ല. എല്ലാവരും ആർത്ത് കരഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും ആ റൂമിൽ നിന്ന് ഓടി. ബംഗ്ലാവിന്റെ മെയിൻ ഡോർ അവർ കുറേ തുറക്കാൻ നോക്കി. പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.